എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ ആവറേജിന് മുകളിലും ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റിയ ഷെയറുകളായിരുന്നു ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലും നല്ല ചാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതല്ലാതെ നമുക്കൊരു 8 ഷെയർ, നമ്മൾ ടോട്ടൽ 18 ഷെയറാണ് എടുത്തിരുന്നത്. ആ 18 ഷെയറിൽ നമുക്ക് ഏകദേശം ഒരു 13 ഷെയറോളം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് ശേഷം നാളത്തെ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ആവറേജ് മഹീന്ദ്ര ലൈഫ് എന്ന് പറയുന്ന ഷെയർ, ഇത് കണ്ടില്ല, മഹീന്ദ്ര ലൈഫ് 611. മഹീന്ദ്ര ലൈഫ് ഹൈ, ഇവിടം വരെ ഹൈ പോയിട്ടുണ്ട്, 615 വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആവറേജ് എടുക്കാൻ കാരണം ഇത് പ്രീവിയസ് ഡേ ഹൈയോ അതല്ല, R1 ഒന്നും പോകുന്നില്ല. അപ്പം അത് പോയില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ചാൻസ് ഇവിടെയാണ് തരുന്നത്. ആവറേജ് തലേ ദിവസത്തെ ആവറേജ് വന്നിട്ട് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്നലത്തെ 611 ആവറേജ്, 611 ഈ റേഞ്ചാണ്. 615 വരെ അടിച്ചിട്ടുണ്ട്. 611 താഴെ 1070, 1080 ഒക്കെ നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് ഇവിടെ തന്നെ 602, 596 സംതിങ് അങ്ങനെ കിട്ടുന്നുണ്ട്. 15 രൂപയോളം പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് 20 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷെയർ, ഇത് വാബാഗ് എന്ന് പറയുന്ന ഷെയർ, അതിൻ്റെ ആവറേജ് 709.44. അതും സെയിം നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈ R1 ഒന്നും പോയിട്ടില്ല. അത് പക്ഷേ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ, ഹൈ അല്ല, ആവറേജിന് മുകളിൽ പോയിട്ടുണ്ട്. 714 വരെ പോയിട്ടുണ്ട്. 709 ആണ് നമ്മൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. 709 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ ഇവിടെ 704, 703, 700 വരെ. അപ്പോൾ നമുക്കൊരു 8 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് ഇത് തരുന്നുണ്ട്. അതിനുശേഷം SJVN എന്ന് പറയുന്ന ഷെയർ, SJVN ആവറേജ് 155.42. SJVN ഇവിടം വരെ 159 സംതിങ് വരെ പോയിട്ടുണ്ട്. നമ്മൾ പക്ഷേ 155 എടുക്കത്തുള്ളൂ. 155 ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് ആ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്ക് 144 സംതിങ്, 10 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റുണ്ട്. പിന്നെ ആ റേഞ്ചിൽ തന്നെ നിന്നതുള്ള ട്രേഡായിരുന്നു. അതിനുശേഷം GMDC, GMDCയുടെ ആവറേജ് 94.36, 494.36. ഓപ്പണിങ്ങിലത് 499 ഉണ്ട്. നമ്മൾ 494 റേഞ്ചിൽ എൻട്രി എടുക്കും. 94 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 86 വരെ കിട്ടുന്നത്, 8 രൂപ കിട്ടുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഈ ടൈമിൽ എടുക്കത്തില്ല. നമ്മൾ ലാസ്റ്റ് ക്ലോസിങ് ടൈം ആറാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ട്രേഡ് എടുക്കത്തില്ല.
അതിനുശേഷം NHPC എന്ന് പറയുന്ന ഷെയർ. NHPCയുടെ ആവറേജ് 109.62. NHPC ഇതിൻ്റെ ഹൈ 109.10 വരെ വന്നിട്ടുണ്ട്. 109.10 വരെ വന്നിട്ട് ഇറങ്ങിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. 109 ആരെങ്കിലും എൻട്രി എടുത്താൽ 109 റേഞ്ച് കിട്ടിയാൽ നമുക്ക് 101 100 റേഞ്ചിലോട്ട് കിട്ടുന്നുണ്ട് ആ ഷെയർ. ഇത്രയും ഷെയറുകളാണ് ആവറേജായി കിട്ടിയത്. ഇനി അടുത്തത് പ്രീവിയസ് ഡേ ഹൈ വന്നിട്ടോ അതല്ല എങ്കിൽ R1 R2 റേഞ്ച് വന്നിട്ടോ നമുക്ക് ചാൻസ് വന്ന ഷെയർ ഫിനോ ബാങ്ക് എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്ന് നമ്മൾ എൻട്രി എടുക്കും. 371 എടുത്താൽ 368.61 ലാസ്റ്റ് ആകുമ്പോൾ 55 റേഞ്ച് വരുന്നുണ്ട്. നമ്മൾ എൻട്രി എടുക്കുന്നത് 371 സംതിങ്ങിന് എടുക്കും. നമ്മുടെ ഈ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. വലിയ കുഴപ്പമില്ലാത്ത നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം ജനറൽ ഇൻഷുറൻസ് ഓപ്പണിങ്ങിൽ തന്നെ വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു എന്ന് ജസ്റ്റ് ഹൈ അടി ഏകദേശം ഹൈയുടെ അവിടെ വരെ വന്നിട്ട് ജസ്റ്റ് 10-50 പൈസയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്നിട്ട് നമ്മൾ എടുത്താൽ നോക്കിയേ, നമ്മൾ 436-37 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 408 399 ഏകദേശം 36 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട് ഷെയർ. അതിനുശേഷം റെഡിങ്ടൺ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഫ്ലാറ്റ് ആയിരുന്നു. അതിന് ശേഷം നേരെ പോയി R1 മുകളിൽ പോയപ്പോൾ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 211 എടുത്തിട്ട് 213 മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഇടും. അത് 205 വരെ തന്നിട്ടുണ്ട്. 211 ഏകദേശം 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് കയറിയിട്ടുമില്ല. അതിനുശേഷം ഈ മുദ്ര ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിറങ്ങി. ഇവിടെ 502 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്ത 467 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. ലാസ്റ്റ് വീണ്ടും ആവറേജായി കയറിയിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. അതിന് ശേഷം ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചിട്ട് ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 608 എടുത്താൽ നമുക്ക് 603 വീണ്ടും പോകുന്നുണ്ട്. ഹൈ പോകുന്നുണ്ട്. പക്ഷേ ഈ ഹൈ അടിക്കുന്നില്ല, 617 അടിക്കുന്നില്ല. ഇതിന് താഴോട്ട് വീണ്ടും നമ്മൾ വീണ്ടും എൻട്രി എടുത്താൽ 610 വീണ്ടും എൻട്രി എടുത്താൽ 607 3 രൂപ വീണ്ടും ഇവിടെ മുകളിൽ പോയി വീണ്ടും ഈ റേഞ്ചിന് താഴോട്ട് വരും. 610 താഴെ വരും. 610 എൻട്രി കൊടുത്താൽ 606 സംതിങ്. അതിനുശേഷം വീണ്ടും പോകുന്നു. കണ്ടില്ലേ, നമ്മളിതിന് താഴോട്ട് വരുമ്പോഴേ എൻട്രി എടുക്കത്തുള്ളൂ. അതല്ലെങ്കിൽ മുകളിൽ പോയിട്ട് ഇറങ്ങണം. ഇവിടെ 610 ഇവിടെ എടുത്താൽ 603 7 രൂപ ഇവിടെ പ്രോഫിറ്റ്. അതിനുശേഷം ഇവിടെ വീണ്ടും 610 എടുത്താൽ നമുക്ക് 593 നല്ല പ്രോഫിറ്റ്. കുറേ എൻട്രി അതിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. അടുത്തത് ഏജീസ് കെമിക്കൽ. ഓപ്പണിങ്ങിൽ തന്നെ R1 മുകളിൽ പോയി. പ്രീവിയസ് ഡേ ഹൈ R1 താഴെ ഇറങ്ങി 404 റേഞ്ച് എൻട്രി എടുത്താൽ 390 14 രൂപ. ലാസ്റ്റ് ആകുമ്പോഴത്തേന് 381 23-24 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ ലാസ്റ്റ് ടൈമിലാണ് കയറുന്നത്. നോക്കിയേ,
ഇത് പക്ഷേ നോർമലി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 3 മണിയാകാറാകുമ്പോഴാണ് ഇത് ഈ കയറി പോകുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ റിസ്ക് എടുത്തവർക്ക് 2730 അത് കറക്റ്റ് ആ റേഞ്ച് അടിച്ച് ഇറങ്ങി ഇവിടുന്ന് എൻട്രി എടുത്തായിരുന്നെങ്കിൽ കറക്റ്റ് 100 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഷെയറിനകത്ത് നമുക്ക് തന്ന ചാൻസുകൾ. പിന്നെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് ടൈം കോൾ കൊടുത്തിരുന്ന ഒരു 2-3 ഷെയർ ഇടയ്ക്ക് നല്ല മൂവ്മെൻറ്റ് തന്നിട്ട് വീണ്ടും പഴയ റേഞ്ചിൽ തന്നെ വന്നത്. ഇപ്പോൾ ഉണ്ടായ മാന്യവാർത്ത വന്ന ഷെയർ അതിന് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു 25 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും 965-66 റേഞ്ചിൽ വന്ന് നിൽപ്പുണ്ട്. അത് 2-3 ദിവസത്തേക്കുള്ളിൽ അത് കയറിപ്പോവാൻ ഷെയർ. അതുപോലെ VST ടില്ലേഴ്സ് എന്ന് പറയുന്ന ഷെയർ, അതും 3000 റേഞ്ച് വന്നിട്ട് ഇന്ന് 3113 രൂപ കണ്ട് പോയി വീണ്ടും തിരിച്ച് വന്ന് 3025 അത് ക്ലോസ് ആയിട്ടുണ്ട്. അതിനുശേഷം മെട്രോ ബ്രാൻഡ് നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ ഏകദേശം 10-20 രൂപ റേഞ്ചിൽ കിടന്ന് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കയറിപ്പോവും. ഈ ഷോർട്ട് ടൈം കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ചില ഷെയറുകൾ നമ്മൾ 1-2 ആഴ്ചയൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ. മൂവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കയറിപ്പോവും. അത് നമ്മൾ പറഞ്ഞ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഇച്ചിരി താഴെയോ ഇച്ചിരി മുകളിലോട്ടോ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മിനിമം ഒരു 5% പ്രോഫിറ്റ് തരണം, എന്നാലേ നമുക്കതൊരു പ്രോഫിറ്റാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ഏകദേശം 18 ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആവറേജ് നമുക്ക് ചാൻസ് ഉള്ളതൊന്നുമില്ല. ഇപ്പോൾ പ്രീവിയസ്ലി ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങും, R1 R2 റേഞ്ച് വന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഷെയറിനകത്ത് ചാൻസ് എടുക്കാം. ഇതിനകത്ത് ഈ ആദ്യത്തെ 3 ഷെയർ 20% അപ്പർ സർക്യൂട്ട്, 6 ഷെയറിനടുത്ത് 20%-അടുത്താണ്. അപ്പോൾ ഇതിനകത്ത് R1 R2 ഒക്കെ പ്രതീക്ഷിക്കാം. R2 വന്നിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഈ ഷെയറിനകത്തൊക്കെ. ഓൾമോസ്റ്റ് എല്ലാം നല്ല വോളിയത്തിൽ ട്രേഡാകുന്ന ഷെയറുകളാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.